C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇതിലൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ രണ്ടിനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. തമ്പി സാറേ, ഞാനൊരു കാര്യം പറയാ. നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെ രണ്ടാളെയും തല്ലിക്കൊന്നാലും ശരി, ഈ കാര്യത്തിൽ വേറൊരു തീരുമാന വ്യത്യാസം ഇല്ലാട്ടാ, ഉറപ്പാണ്. നീ എന്താണ് ഈ പറയുന്നത്? എന്താണ്? ഞങ്ങളുടെ രണ്ടുപേരുടെ കേബിളിന്റെ കാര്യം പരിഹരിക്കണം നിന്നോട് പറയുന്നത്. അതായിരുന്നാ? പിന്നല്ലാതെ. ഇതറിഞ്ഞിട്ടില്ല. ഏത്? അല്ല, ആരെയാണ് സാറ് വിളിച്ചത്? മനോഹരനെ. അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതെ സാറ് പറയണ മര്യാദയാണ്. ഒരു പണിയായി. സാറ് വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ 2 ദിവസത്തിനുള്ളിൽ വന്ന് ശരിയാക്കി തരാം. 2 ദിവസം നിങ്ങൾ എന്തായി കാണിക്കണത്? പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ വരാ. ഒരു 5 മിനിറ്റ് എനിക്ക് തരൂ, ഞാൻ കയറി ടൂൾസ് എടുക്കട്ടെ. ഞാൻ ഇപ്പൊ തന്നെ വന്ന് ശരിയാക്കി തരാം കേട്ടാ. അതെ, അദ്ദേഹത്തിന്റെ മാത്രമല്ല എന്റെ കാര്യം ആര് പരിഹരിക്കും? അമ്പിളി പരിഹരിക്കും. എപ്പാ? ഇന്ന് പരിഹരിക്കും. ആണോ? ആദ്യം തമ്പി സാറിന്റെ വീട്ടിൽ പോവാ. കൂടുതൽ ഒച്ചെടുത്തത് തമ്പി സാറല്ലേ. അപ്പൊ ഞാൻ എന്താ ലോക്കലിന്റെ അല്ല, നമുക്ക് ഇന്ന് ചെയ്യാം. എനിക്ക് മനസ്സിലായി, മര്യാദയാണ് നിങ്ങൾ പറയണ. ഓഹോ, 5 മിനിറ്റ് വേഗം പോയിട്ട് വാ. അങ്ങോട്ട് നീങ്ങുന്നു. അതെ, ഒച്ചപ്പാട് തൊട്ട് പേടിക്കണ്ട, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ടൂൾസ് എടുത്തേട്ടെ, ടൂൾസ് വേഗം എടുത്തിട്ട് വാപ്പാ. വണ്ടി കണക്കല്ലേ. മനോഹര എന്റെ മണ്ട മുതലാളി, മനോഹര നീട്ടി വിളിക്കല്ലേ, തമ്പി പുറത്തുണ്ട്. മണി രമേശോ രാധാകൃഷ്ണ വിളിച്ചോ, അത് പ്രശ്നമില്ല. എടാ, ആരെങ്കിലും ഇങ്ങനെ വരുമ്പോ നീ ഡീൽ ചെയ്തവരെ പറഞ്ഞു വിടണ്ട, അല്ലാതെ ഇതിന്റെ അകത്തിട്ട് കയറി ഇരുന്നിട്ട് എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെക്കണം. അത് പോട്ട് മുതലാളി, ഷാഹിനിന്റെ കാര്യം എന്തായി? ഓളെ കൊണ്ടെന്നാ? എടാ, വണ്ടിയിൽ ഷാഹിനി ഇരിക്കണ കാര്യം ഈ തെണ്ടി അറിയണ്ട. ഇവനെങ്ങാനും അറിഞ്ഞ അത് ലോകം മുഴുവൻ പറഞ്ഞ് പാട്ടാക്കി കൊളാവും. തൽക്കാലം ഇപ്പൊ ഇവനോട് ഇത് പറയണ്ട. ഷാഹിനെ കൈവിട്ട് പോയി മനോഹര. എന്തായി മുതലാളി? പറ, എന്നോട് പറ, മനോഹരോട് പറ. എന്തായി പറ. നമുക്ക് അവള് വിധിച്ചിട്ടില്ലടാ. നീ ഒരുത്തീനെ ചോന്നുകൊണ്ട് വന്നില്ലേ, തിരിച്ചുണ്ടാക്കിയല്ലോ. ഞാൻ അവളെ തിരിച്ചുണ്ടാക്കി ചെന്നപ്പോഴേക്കും സമയം വൈകിപ്പോയി. അപ്പൊ ഇവള് റോട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണിട്ട് അവളുടെ വാപ്പാനോട് ആരോ വിളിച്ചു പറഞ്ഞു. വാപ്പ വന്നിട്ട് അവളെ കൊണ്ടുപോയി. നന്നായി. കാരണം ഒരു പ്രശ്നമില്ല, ബാപ്പേരപ്പന പോയത്. നമുക്കെന്താ പ്രശ്നം? നമുക്കത് വിധിച്ചിട്ടാ വേണ്ട. നമുക്ക് വേറെ മണി പോലത്തെ പെണ്ണിനെ കിട്ടും. ഞാൻ കൊണ്ട് അതെ, നീ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. പോട്ടെ, ഭയങ്കര വിശപ്പ്. നീ പോയിട്ട് 2 ബിരിയാണി മേടിച്ചിട്ടോ. എന്റെ മുതലാളി, ഞാൻ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. എന്റെ മണ്ട മുതലാളി, സാധാരണ ഒരു പ്രണയം നഷ്ടപ്പെട്ട പച്ച വെള്ളം കുടിക്കൂല. നിങ്ങൾക്ക് ബിരിയാണി എങ്ങനെ തോന്നു മുതലാളി? ആയോ, ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം മനോഹര? നീ ഒരു പണി കഴിച്ചെന്ന് വാങ്ങിക്കൊണ്ടോ. ഭയങ്കര വിശപ്പുണ്ട്. 2 എണ്ണം വാങ്ങിക്കോ. 3 എണ്ണം ആയിക്കോട്ടെ. എന്തിനു 3 എണ്ണം? 2 എണ്ണം എനിക്ക് നല്ല വിശപ്പ് മുതലാളി. ആയിക്കോട്ടെ. അതിനാണോ? ഇപ്പൊ തൽക്കാലം 2 എണ്ണം മേടിച്ചാ മതി നീ. എനിക്ക് മതിയോ? ശരി, അത് നമുക്ക് വന്നിട്ട് ആലോചിക്കാം ആയിരിക്കാണെന്ന്. പൈസയോ? പൈസ ഞാൻ ഓൺലൈൻ ചെയ്തോളാടാ, നീ അയാളോട് പറഞ്ഞേച്ചാ മതി. ഓ, ഹലോ, അമ്പിളീസ് കേബിൾ നെറ്റ്വർക്ക്. പറ്റൂല, ഇല്ല, ഇന്ന് വരാൻ പറ്റില്ല. എന്തിൻ്റെയോ പ്രതിഷേധ സൂചകമായിട്ട് അമ്പിളീസ് കേബിൾ നെറ്റ്വർക്ക് ഇന്ന് ലീവാണ്. താങ്ക് യു. ഓ,
എടാ എന്തൊരു നിലവിളിയാ പറ്റുകള്, എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊടുത്തൂടെ പറ്റുകൾക്ക്? ഓ നിലവിളിയൊക്കെ എല്ലാരും കേൾക്കുന്നുണ്ട്, എല്ലാരും കാണുന്നുണ്ട് കേൾക്കണുണ്ട്. പിന്നെ എന്തെങ്കിലും കൊടുക്കാൻ പുണ്യം തന്നെ വേണം. അമ്മാവനിവിടെ 3-4 തവണ പാലോച്ച് ചായ കുടിക്കണില്ലേ? ഇതാരാ തരുന്നേ? ചേച്ചി. ചേച്ചിയാ? അല്ലേ? ചേച്ചി ചായ ഉണ്ടാക്കി തരണല്ലുള്ളൂ. ഇതിനുള്ള പാല് തരുന്ന നന്ദിനി രമണിയല്ലേ? അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ട. അപ്പൊ അതല്ലടന്ന് എന്നോട് പറയണ എന്തെങ്കിലും അതിന് തിന്നാൻ കൊടുക്കാൻ. അപ്പൊ അത് ഞാൻ മാത്രല്ല, വീട്ടിലെല്ലാവർക്കും കൊടുക്ക. ഞാൻ മാത്രല്ലല്ലോ ചായ കുടിക്കണേ. എന്നൊരു കാര്യം ചെയ്യ്, നിന്റെ രമണിക്കും നന്ദിനിക്കും എന്റെ വക 10 പവന്റെ ഒരു മാല അങ്ങോട്ട് കൊടുക്കാം. അതെ, അവരെ ഞാൻ കെട്ടിക്കാൻ പോണില്ല. അപ്പൊ എന്നാ ഈ ജാതി പണിയൊന്നും എനിക്കറിയില്ല എന്റെ പുണ്യെ. എന്നാലേ അമ്മാവനെ അറിയണ പണിയെടുക്കാൻ നോക്ക്. എനിക്കറിയണ മുദ്രാവാക്യം പിടിക്കല, അതിപ്പോ പശുവിന്റെ അടുത്ത് കാണിച്ചിട്ട് എന്താ കാര്യം? ആദ്യമായിട്ട് അങ്ങോട്ട് ചെല്ല്, നന്ദിനി രമണി കുത്തു. ഞാൻ എത്ര കുത്തും കൂടി എനിക്ക് കിട്ടാണോ? അതേ, നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ഞാൻ തെങ്ങുമെന്ന് വീണ് കിടക്കണ കണ്ട ആസ്വദിക്കാൻ വന്നല്ലടാ നീ. ആസ്വദിക്കേ? അമ്മാവന് അപകടം പറ്റിന്ന് പറഞ്ഞപ്പോ കാണാനും ഓടി വന്നല്ലേ ഞാൻ. ആ കിടക്കണ കിടപ്പ് അല്ലേ? അല്ല, വരണ്ടേ? അമ്മാവനായി പോയില്ലേ? എന്താ പുണ്യ അങ്ങനെ ഒരു വർത്താനം അമ്മാവനായി പോയില്ലേന്ന്? ആവോ, അടുത്ത ആള് വിളിക്കണം അമ്പിളി. ഇനിയിപ്പൊ അവനും അറിയണായിരിക്കും ഞാൻ തെങ്ങുമെന്ന് വീണത്. ഷാഹിന് ഇവിടെ സേഫ് അല്ല, ആൾക്കാർ വന്ന് പോണ കണ്ടില്ലേ? നീ ഇതിലോട്ട് കേറ്. അത് എവിടേക്കാ പോകുന്നതെന്ന് പറ. എത്ര നേരം ഈ ഓട്ടോയിൽ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നേ? ഇവിടെ നിന്നെങ്ങാണെങ്കിലും പോകാം, നീ കേറ്. എങ്ങോട്ടാണെന്നാ ഞാൻ ചോദിക്കുന്നേ? എങ്ങാടാണെന്നല്ല ഞാൻ ആലോചിക്കണത്, നീ ഒന്ന് കേറിയിരിക്കുന്നു. കേറ്. ആദ്യം ആലോചിച്ചിട്ട് തീരുമാനം പറ, എന്നിട്ട് ഞാൻ കേറാം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. അതെ, നീ കേറി, ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം. എന്റെ വീട്ടിലോ? നിന്റെ വീട്ടിലല്ല, എന്റെ വീട്ടില്. കൊട്ടിലെ പാട്ടോ എല്ലാരും അറിയിക്കാൻ പോവാ? എല്ലാവരും അറിയിക്കാനല്ല, ആരും പോലും അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഒന്ന് കേറ്, ചെല്ല്, പറയണ അനുസരിക്ക്. ഈ അമ്പിളിയുടെ കേബിൾ ഓഫീസ് ഇതല്ലേ? തൊട്ടപ്പുറത്തെ. ഞാനേ പുള്ളീനെ ഒന്ന് കാണാൻ വന്നാണ്, ഇവിടെയും കാണാനില്ല. ഞങ്ങള് അമ്പിളീനെ അന്വേഷിച്ച് കിടക്കുക. എന്താ കാര്യം എന്താണ്? മജീദിക്കാടെ മോളില്ലേ, അവളെ അമ്പിളി അടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ അവനെ തപ്പി ഇറങ്ങിയതാ. അത് ശരി. അമ്പിളിയെ കണ്ടറിയോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു വെടക്ക് ലുക്കുള്ള ആളാന്നാ മജീദ് പറഞ്ഞേ. ബെടക്ക? ബെടക്ക് ലുക്കായിരിക്കും പറയണ കേട്ടിട്ട്. ഒരു പണിയായി, നോക്കിക്കോ എന്നാ. നിങ്ങൾ തപ്പി ഇറങ്ങിയല്ലേ, നമുക്ക് ഒന്നിച്ചു തപ്പാം. ഇല്ല, ചേട്ടൻ അവിടെ നോക്ക്, ഞാൻ ഇവിടെ പതുങ്ങിയിരിക്ക. വന്നാ ഞാൻ വിളിച്ചു പറയാം. എങ്ങനെ പറയും? സിഗ്നൽ തരാ. ഫിസിലടിക്കറിയോ? ഇല്ല. ഇങ്ങനെ കൊള്ളാം, ഒന്ന് അടിച്ചു നോക്കി. അങ്ങനെയല്ല, മറക്കരുത്. ഇല്ല, ഞാൻ വിസിലടിച്ച് ഉടനെ ഓടി വന്നാ. അതേ ഓടി എത്തിക്കോളാം. ഒക്കോട്ടെ. മജിദിക്ക, ചുമ്മാ അതിങ്ങനെ കറങ്ങിയാണെന്നാ മതിയോ? ഇവനോട് എന്തെങ്കിലും ചോദിക്കണ്ടേ? എനിക്കാ തല കറങ്ങി നിൽക്കാൻ വയ്യ. ഒരു റൗണ്ട് കൂടെ നടന്നാൽ ഞാൻ എന്തായാലും ഇറങ്ങി വീഴും. ഇനി ഒന്നേ ഇപ്പോഴും എടുത്തയാടി ചോദിച്ചാൽ അവൻ സത്യങ്ങളൊന്നും പറയില്ല. അതുകൊണ്ടൊന്ന് പേടിപ്പിച്ചിട്ട് ചോദിച്ചാൽ അവൻ സത്യം പറയും. ഇപ്പൊ കണ്ടോ? സത്യം പറഞ്ഞു. എവിടെയാണ് അവനും ഇവളും? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്റെ നാക്കറത്തെ ഞാൻ കോഴിക്കിട്ട് കൊടുക്കും. എന്റെ വാപ്പാണ് സത്യം. അയ്യോ, എന്റെ നാക്കരിഞ്ഞ് കോഴിക്കിട്ട് കൊടുത്താൽ എപ്പെങ്കിലും എങ്ങനെ ഞാൻ സത്യം പറയുന്നു? നിൽക്കുന്നമാരെ കണ്ട, അവന്മാരുടെ കയ്യിരിക്കുന്ന സാധനങ്ങൾ കണ്ട, പോക്കിന്റെ കളിക്കാരനാ. അതുകൊണ്ട് ഒരൊറ്റ അടി അടിച്ച ആ ഒറ്റ അടിക്ക് നീ തീരും. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. എവിടെയാണ് അവനും അവളും? എന്നൊരു കാര്യം ഞാൻ പറയാം. എന്റെ മോലാലി 1 മണിക്കൂർ മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കും. ഷാഹിനെ പറഞ്ഞു, ബാപ്പ പള്ളിയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒളിച്ചോടി പോവാന്ന്. എന്നിട്ട് അപ്പൊ ഇവിടുന്ന് ഇറങ്ങി സന്തോഷത്തോടെ പോയി. പിന്നീട് സങ്കടത്തോടെ കരഞ്ഞ് കരയെ കണ്ണുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നത് ഓള് ബാപ്പേനൊപ്പം പോയി. ആരോടെ? ബാപ്പേനൊപ്പം. എന്റെ കൂടെ? എന്റെ കൂടെ ആരും വന്നിട്ടില്ല. സത്യമായിട്ട് വന്നിട്ടില്ല. സത്യം പറയണോ? ഇല്ലെന്ന് വന്നിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, എന്റെ കൂടെ വന്നിട്ടില്ല. മജീദ്ക്ക, എന്റെ മുതലാളിന് കിട്ടാത്തതിന്റെ വിഷമത്തില് മജീദ്ക്കന്റെ മോള് ഏതൊക്കെ തീവണ്ടിക്ക് തലവെച്ചാണ്. ചതിച്ച. അയ്യോ സുബേറ, നോക്കിക്കാതെ മാറി വാ. മജീദിക്ക, ഇനിയും തിരക്ക് പിടിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി എപ്പോഴേ ഒന്ന് കയറി ഇറങ്ങി പോയി കാണാം. എടാ മുതു.
ഗോവിന്ദൻകുട്ടി, ഞാൻ വരണില്ലടാ. നിങ്ങൾ പോയി നോക്ക്. അവളെങ്ങാനും ആ ട്രാക്കിലുണ്ടെങ്കിൽ എനിക്കത് കാണാൻ വയ്യടാ. എനിക്കത് കാണാൻ വയ്യ. നീ ആ ഭാഗത്ത് ബോഡി ഉണ്ടെന്ന് നോക്കിട്ടോ. അവിടെ ഒന്നും ബോഡി കാണത്തില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ബോഡി കിടക്കേണ്ട ആളുകൾ കൂടില്ലേ? എടാ ഇപ്പൊ ബോട്ട് കിടക്കുന്ന ആള് കൂടില്ല. കാര്യം ഇതിന്റെ പുറകെ ഇനി കേസും പറഞ്ഞു നടക്കണം. ഒന്നല്ലേ മൊബൈൽ പിടിക്കാനെങ്കിൽ ആൾക്കാരുണ്ട്. എടാ കൂടത്തില്ല. ആളുകൾ ഉണ്ടാവും അവിടെ. കൂടത്തില്ല. ആള് കൂടുമെന്ന് പറ്റണ്ട. 100. ഓക്കെ. മകള് മരിച്ചിട്ട് അച്ഛൻ ഈ വണ്ടിയുടെ മുമ്പിൽ കരയുമ്പോഴാ അവന്റെയൊക്കെ ബെറ്റ്. പോയി നോക്കണോടാ. ഗോവിന്ദൻകുട്ടി, മരിക്കണേന് മുമ്പേ നീ അവളെ കൊല്ലല്ലേടാ. ഒന്ന് പോയി നോക്കടാ. പൂവാക്കയോ? അല്ല, പോവായിക്കാന്ന്. സുബേറെ, അവള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കൂല. പിന്നെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാടാ. ആണോ? എടാ ഒന്ന് വേഗം പോയി നോക്കടാ. സുബേറെ, പേടിക്കണ്ട. തുടങ്ങൊന്നുമില്ല. ഇല്ലേ? ഇല്ല. അല്ല ഇനി വേറെ എവിടെയെങ്കിലും ആയിരിക്കുമോ? ഇല്ലേ? ചേട്ടാ, ഒരു മിനിറ്റേ. ചോദിക്കുന്നതൊന്നും വിചാരിക്കരുത്. ഒരു പെൺകുട്ടി തീവണ്ടി കയറി മരിച്ച സംഭവമല്ല അറിഞ്ഞത്? അറിഞ്ഞിരുന്നു. അല്ല ഇത് എപ്പോഴായിരുന്നു സംഭവം? അതിപ്പോ 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? 1 മാസമായി. 1 മാസം കഴിഞ്ഞ? അപ്പൊ സുബേറെ അല്ല, അവളല്ല. അല്ല, അല്ല, ഷാഹിന അല്ല, ഷാഹിന അല്ല. സുബേറെ വണ്ടിയാണ്. എന്താ പണി പാടിട്ടോ? പണി വാളിയോ? എന്തുറ്റി? പെണ്ണ് ചാടി. പെണ്ണടാ, മജീദിന്റെ പെണ്ണേ ചാടി. ചാടിന്നാ? എവിടെ ചാടി? നീ എന്താ നീ പടം വരച്ച് കളിക്കാ? ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയില് എന്താ നിങ്ങൾ ഈ പറയണത്? എടാ മജീദിന്റെ മോള് ചാടിയെന്ന്. മജീദിന്റെ മോള് ചാടിയെന്നാ? ഈ മജീദ് പറയണത് അമ്പിളിയുടെ കൂടെ ചാടിപ്പോയി എന്നാണ് ഇപ്പൊ പറയണേ. അമ്പിളിയുടെ കൂടെയോ? അപ്പൊ അവനെ വിളിച്ചാ പോരെ? അവനെ ഞാൻ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ ഞാൻ ഇല്ല, പങ്കമ്മ ഇല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ എന്നോട് പറയണം. അത് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ അതല്ലേ ഞാൻ ഈ പറയണേ. അത് വിശ്വസിക്കാൻ പറ്റുമോ? ആ പെണ്ണ് എവിടെ? ആ പെണ്ണ് ചാടി പോയ എവിടെ? ആ പെണ്ണ്? അപ്പൊ ആ പെണ്ണ് അതിനെ തെരഞ്ഞെടുത്താ നടക്കണത് അവര്. ആ പെണ്ണിനെ വെച്ച് അടിച്ചോ? എനിക്കറിയില്ല. ദൈവമേ, ഞാൻ ഈ ആൾക്കാരുടെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനല്ലേ. ഈ ആദ്യം ഓരോ കാര്യങ്ങൾ കാട്ടി കൂട്ടിയാല് നിങ്ങളൊക്കെ. എന്നിട്ട് അവൻ എവിടെ ഉണ്ട്? അവൻ ഓഫീസില്. ഓഫീസിലുണ്ടോ? ഞാൻ അവിടെ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് പങ്കമാവ് ഈ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോ, ഞാൻ സ്കൂട്ടറിൽ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടിയായിട്ട് ഞാൻ അങ്ങോട്ട് വരും. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആ വണ്ടിന്റെ കയ്യിൽ നന്നായിക്കല്. ഇനിയിപ്പൊ എന്താ ആവോച്ചിട്ട് ഞാൻ വണ്ടിയായിട്ട് ഇങ്ങോട്ട് പോരുക. വരണ വഴിക്ക് മജീദ് കൈയായിട്ട് മജീദും കുറെ ആൾക്കാരും. ഇതാ നോക്കിയേ, ആ പെണ്ണാട്ട് അവന്റെ കൂടെ ചാടി പോന്നുണ്ടെങ്കി തറവാട് കത്തിക്കവൻ. മജീദിന്റെ തറവാട് കത്തിക്കും? അയാൾക്ക് എന്താ പ്രാന്താണ്? നിനക്ക് ഭ്രാന്തുണ്ടോ? അയാളുടെ മകളെ അയാളുടെ വീട്ടിൽ നിന്ന് ചാടി പോയി ആ തറവാട് എന്തിനാ കത്തിക്കണേ? അതന്നെ ഞാനും ആലോചിക്കണേ. നമ്മുടെ തറവാട് കത്തിക്കുന്നു. നമ്മുടെ തറവാട് കത്തിക്കുന്നോ? അതിനെ അങ്ങോട്ട് വരട്ടെ, അവനെ മുട്ടുകാർ വെല്ലു പിടിക്കും. എന്റെ അനന്തം, നമുക്കിപ്പോ വെല്ലുവിളിക്കാൻ പറ്റിയ സമയമാണോ? ഈ ചെക്കമല്ല കോർണക്കേടും കാട്ടിയിട്ടുണ്ടെങ്കിലോ? അതല്ലേ ഈ പറഞ്ഞേ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണിപ്പോ എവിടെയുണ്ട്? എന്താ എന്റെ മടി കുതിരി? അല്ല, എവിടെ ഉണ്ട്? എനിക്കറിയോ ഓരോ കാര്യങ്ങള്. വേണ്ടാത്ത സകല പരിപാടിയും ടി വി ഉണ്ട് ഉള്ളു. അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നുമില്ല. പിന്നെ ഇനിയിപ്പോ അങ്ങനെ സങ്കടപ്പെട്ടൊരു കാര്യമൊന്നുമില്ല. നീ കാണിച്ചത് ആ ജാതി പണിയല്ലേ. വായോ അങ്ങോട്ട് മുളക്കി കയറ്. അപ്പുണ്ണിയേ, ഞാൻ വരില്ല.
അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോ ആരായാലും ഇങ്ങനൊക്കെ ഉണ്ടായാ അങ്ങനൊക്കെ തന്നെയാണ് പറയാ. നീ കാണിച്ചതെന്താ? മനുഷ്യന്മാര് ചെയ്യണ പണിയാണോ നീ കാണിച്ചത്? പോട്ടെ, അതെ അവന്റെ പൊട്ട ബുദ്ധിക്ക് എന്തോ കാണിച്ചല്ലേ. നീ പശുവിന് കാടി കൊടുത്തോടാ, പശുവിന് കാടി കൊടുത്തോന്ന്. നീ ഭക്ഷണം കഴിച്ചാ? നമുക്ക് പോലീസിൽ ഒരു പരാതി കൊണ്ട് കൊടുത്താലോ? അപ്പൊ നീ ഭക്ഷണം കഴിക്കില്ല പറഞ്ഞോ? നീ വെറുതെ അവനെ ഭ്രാന്തിപ്പിക്കാണ്ട്. എടാ, ഈ വണ്ടി പോയ കാര്യം പറഞ്ഞൊരു പരാതി കൊടുക്കണ്ടേ? എന്റെ അമ്മാവ, നിങ്ങൾ കിടന്നിങ്ങനെ പിടയ്ക്കാതിരിക്കി. അപ്പുണ്ണി പറഞ്ഞല്ലേ ഇപ്പോ വണ്ടി ആരോ ഓടിച്ചു നോക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്, വാങ്ങാൻ വേണ്ടി വന്നതാണെന്നൊക്കെ. ചിലപ്പോ അവർ ഓടിക്കാൻ വേണ്ടി പോയതായിരിക്കും. വൈകുന്നേരം വരെ നമുക്ക് കാക്കാം. വൈകുന്നേരം ആയിട്ടും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. ചേട്ടാ, അതല്ല അമ്പിളി പറഞ്ഞ അതിലെന്ത് വില പിടിപ്പുള്ള സാധനം ഉണ്ടെന്നല്ലേ? എന്ത് സാധനം ഒന്നും ഉണ്ടാവില്ല എന്ന്. അല്ലെങ്കിൽ നമ്മൾ എത്ര ചോദിച്ചാണ് അവൻ പറയണ്ടേ? അപ്പുണ്ണി വാ. എടാ, എണീക്ക്. വാ 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 വാ. ഞാൻ വരാം. വാന്നേ, ഞാൻ വന്നോളാന്ന്. നീ വെറുതെ പിണങ്ങിയിരിക്കാണ്ട് അങ്ങോട്ട് വാടാ പുണ്യേ. അത് നിന്റെ പശുക്കളൊക്കെ അതാ കിടന്ന് കരയണോ? വന്നാ നിങ്ങൾ പൊക്ക, ഞാൻ വേണ്ടി ഇരുന്നോളാന്ന്. കേറി പോണേ. നമ്മുടെ വണ്ടർ ശബ്ദമല്ലേ കേൾക്കണേ? നമ്മുടെ വണ്ടർ തന്നെയാണ്. വണ്ടി വരുന്നുണ്ട്. വണ്ടി നോക്കട്ടെ. വണ്ടി കൊടുത്തല്ലോ. അതല്ലേ വണ്ടി. പിന്നെ എന്തിനാ കിടന്നു സത്താറുന്ന എല്ലാരും കൂടെ? ഒരു കാര്യമില്ലാതെ കണ്ടില്ലേ? എന്ത് ചോദിക്കണ? അവര് വരട്ടെ, അവര് വരട്ടെ. വണ്ടി ഒന്നില്ലേ? വണ്ടി എത്ര പോരട്ടോ? നിങ്ങളും എത്ര പോരാട്ടോ? എന്ത് മര്യാദ ഉണ്ട്? ടെസ്റ്റ് ഡ്രൈവിനാന്ന് പറഞ്ഞു വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നേരെ എത്രയായി നിങ്ങൾ പോയിട്ട്? കൊറേ നേരമായില്ലേ പോയിട്ട്? എനിക്ക് എത്ര ചീത്തട്ടെന്ന് അറിയാം ഇവിടെ. എന്നാ പോകുമ്പോ നിങ്ങൾ പേരെങ്കിലും പറഞ്ഞു പോണ്ടേ? ഇവിടെ പേരും നാളും ചോദിക്കാത്തതിന് അമ്മാണ് എന്നെ ചീത്ത പറയാ. ഇനി അത് പോട്ടെ, ഇനി വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. വണ്ടി വന്നില്ലേ? വണ്ടി വന്നു. പിന്നെന്താ? ഇനി നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിത് എവിടെ പോയി? ടെസ്റ്റ് ഡ്രൈവിന് പോയത്. എന്റെ പൊന്നു സുഹൃത്തെ, എത്രയോ ആളുകൾ ഈ വീട്ടിനകത്തുണ്ട്. ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചിട്ട് പോണ്ടേ നിങ്ങള്? ഞങ്ങൾ ഇയാളോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. നമുക്കേ ആ വില ഒന്ന് അറിഞ്ഞു തീരുമാനത്തിലെത്തി പോവായിരുന്നു. വിലയുടെ കാര്യം എപ്പോഴേ ഞങ്ങള് വണ്ടി വീടുന്നിപ്പോ പോയപ്പോഴാണ് വണ്ടിയുടെ വില എന്താന്ന് മനസ്സിലായത്. അതിപ്പോ എന്തായാലും പറയാൻ പറ്റില്ല. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കൂ. ആയിക്കോട്ടെ. അങ്ങനെ ആവട്ടെ. പിന്നെ വണ്ടിക്ക് ക്ലച്ച് കംപ്ലൈന്റ് ഉണ്ട്, പിന്നെ അലൈൻമെന്റും പോയിരിക്കണേണ്. അപ്പൊ ആ വിലയിൽ അതൊന്ന് കുറക്കാനായിട്ടൊന്ന് പറയാം. അതൊക്കെ അതിന്റെ ആളെന്താ വെച്ചാ ചെയ്തോളൂ. അതൊന്നും ഞങ്ങൾക്ക് അറിയണ കാര്യമൊന്നും അല്ല. അതൊക്കെ അവര് ചെയ്തോളൂ, വണ്ടിയുടെ ആൾക്കാർ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി, വിട്ടോ. ഇല്ലാത്തത് പറഞ്ഞാ പിന്നെ എങ്ങനെയാണ്? ഇല്ലാത്ത പറയാണോ ഞാൻ? ഇല്ലാത്ത പറയാണോ? എന്താണോ ഇല്ലാത്ത പറയണ ഞാൻ? പിന്നെ ഉള്ളതാണ്. കണ്ട അമ്മാവൻ അവള് ചാടിപ്പോണ കണ്ട? എടാ, ഞാൻ ഈ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരുമ്പോ മജീദും കൂട്ടും കൂടി വണ്ടി തടഞ്ഞു നിർത്തി എന്നോട് പറഞ്ഞതാ എന്റെ മോള് പോയിട്ടോന്ന്. അവളങ്ങനെ പോകുകയൊന്നുമില്ല. ഇല്ല, നിന്റെ കൂടെ അല്ലാന്ന് അറിഞ്ഞാലൊരു സമാധാനം അതെനിക്കുണ്ട്. വല്ല കുഴിയിലും പോയി ചാടണ്ട, പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാനൊരു കുഴിയിലും ചാടല്ല. ഇനി ചാടിയാൽ തന്നെ അമ്മാവനോട് ആലോചിക്കാതെ ചെയ്യേയില്ല. മോനെ എന്റെ തലയാൻ തല്ലി പൊട്ടിക്കും ഞാൻ. എന്റെ ഒരു ഇതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. പിന്നെ നീ പറഞ്ഞ കേട്ട് പേടിക്കാൻ നിൽക്കല്ലേ ഞാൻ. വിളിക്കണ റഹീം. 1 മണിക്കൂർ അതിനും പോയി. ഹലോ, പറയ റഹീമേ. ഇല്ല അതെ, അമ്മാവൻ വന്നതാണേ. ആളൊരു പാവമാണ്, ചെറിയൊരു വെളിവേടും ഉണ്ട്. എന്നിട്ട് പോയോ? പോയി. പക്ഷെ എപ്പോ വരുമെന്നറിയാൻ പറ്റില്ല. എപ്പോ വേണേലും വരാം. അമ്പിളിക്കാ, എന്തേ എന്നെ ഒന്ന് പുറത്തിറക്കുവോ? നീ എന്ത് വെളിപ്പിക്കേടന്ന് ഷാഹിനി പറഞ്ഞു? ഇവിടെ പേര നിറച്ച ആളാണേ. ഞാൻ ഒന്ന് നല്ല വായി ശ്വസിച്ചോട്ടെ, അല്ലെ ഇവിടെ കിടന്ന് ഞാൻ ചത്തുപോവും. എന്താ വിളി പറയണ? പ്ലീസ് ഇക്കാ. മിണ്ടല്ലേ, ഞാനൊന്ന് പൊക്കിത്തരാം. നീ പെട്ടെന്ന് തലയിട്ടിട്ട് പോയിക്കോളണം കേട്ടാ. ഞാൻ ഇതൊന്ന് അയക്കട്ടെ. ഇപ്പൊ തുറന്നില്ലാതെ ഞാൻ ഇവിടെ ശ്വാസം മുട്ടി ചത്തേനെ. അതൊക്കെ വർത്താനം പറയുന്നത് ആളുകളുള്ളതാണ്. ഇതാണോ നമ്മുടെ വീട്? ഇതാണ് വീട്. എന്നെ എപ്പോഴാ പുറത്തേക്ക് ഇറക്കുന്നേ? ഷാഹിന, ഞാൻ പുറത്തോട്ട് ഇറക്കാൻ. ഞാൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കണ. നീ അകത്തിരിക്കി കേട്ടാ. അമ്പിളിയെ പോട്ടാ. നീ എത്തിയാ? ഞങ്ങളെത്തി.
ഞങ്ങളാ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഓട്ടോറിക്ഷ. ഞാൻ കരുതി എന്റെ കൂടെ ആരോ വന്നിട്ടുണ്ട്. ഏയ് എന്റെ കൂടെ ആര് വരാൻ? നീ കാരണം എത്ര ചീത്തമായിട്ടെന്നറിയാം എനിക്ക്. അത് പോട്ടെ, ഞാൻ ഈ വണ്ടി കാണാതായപ്പോൾ ഉള്ളൊരു വെപ്രാളത്തിലേ അങ്ങോട്ട് ക്ഷമിക്ക്. അമ്മാവനും അനന്തേട്ടനും ഒരുപാട് പറഞ്ഞു. നീ പറഞ്ഞില്ല എന്നെ ഒരുപാട്. അപ്പൊ വണ്ടി കിട്ടിയില്ലേ? വണ്ടി കിട്ടി. എന്തായിരുന്നു ഇതിനകത്ത് വില കൊടുപ്പുള്ള സാധനം ഉണ്ട് പറഞ്ഞേ? അത് ചെറിയൊരു സാധനം, അത് കിട്ടിയത് ചെറിയൊരു സാധനം. അത് പോക്കറ്റിൽ കിടപ്പുണ്ടായി. പോക്കറ്റിലാ കിടന്ന്? പോയിക്കോന്ന. ആരവിടെ തുമ്മിയെ? തുമ്മേ? ഒരു പെണ്ണ് തുമ്മിയില്ലേ? ഇല്ല, തുമ്മിയാ? ഞാൻ കേട്ടല്ലോ. അത് ഫോണാണ്. ഫോണ് തുമ്മോ? ഫോൺ തുമ്മല്ല, മെസ്സേജിന്റെ ടോണാണത്. ആണോ? ഇങ്ങനെയല്ലേ? അത് ഞാൻ അതിന്റെ സൗണ്ട് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ്. ഞാൻ കരുതിയേ പെണ്ണ് തുമ്മിയാന്ന്. ഇല്ല, അത് ഇനിയും കേക്കും. തുമ്മും ചുമക്കും ജലദോഷവും ഒക്കെ. അതെ, ഞാൻ നിന്നെ കാണുമ്പോ ചോദിക്കണം കരുതിയാ, എന്തിനാ ഓട്ടോ ടാർപോളിനും കിട്ടി മൂടിയിട്ടിരിക്കണേ? അതൊരു പുതിയ മെഷീൻ എടുത്താണ് അപ്പൊ കേട്ടാ. നമുക്കല്ല, എനിക്ക്. ആണോ? എന്ന് കാണട്ടെ ഞാൻ. അയ്യോ, അതങ്ങനെ തുറക്കാൻ പറ്റില്ല. അത് AC വെച്ചിട്ടേ തുറക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മുടെ വീട്ടിൽ AC ഇല്ലല്ലോ. മേടിക്കണോ അതൊക്കെ? AC മേടിക്കണ്ട? പിന്നെ ഇനി എന്തെല്ലാം മേടിക്കാൻ കിടക്കുന്നത്. ഞാൻ അന്തരിക്ക് പുല്ലോട്ടെ. വെട്ടിക്കോ. ഞാൻ ഇതൊന്ന് എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ പറ്റുമോ നോട്ടെ. ഞാൻ കൂടാന്നാ? വേണ്ട, ഇത് എനിക്കുള്ളതേ ഉള്ളൂ. പോട്ടെ, പോയിക്കോ. എന്തിനാ ബുദ്ധിമുട്ടാ? നീ ഒറ്റക്ക് ഇറക്കിക്കോ. ഇറക്കാം. കൈ കഴിക്കണ്ട. അമ്മാവന്മാരുടെ ഗതിയുടെ ആലോചിച്ച് നോക്കി. ആനയിച്ചുകൊണ്ടിരുന്ന ഏട്ടൻ ഏറ്റി കൊണ്ടുപോകണം ആദ്യമായിട്ടാ ഒരു അമ്മാവൻ. നിർത്തൂടാ കാക്കമ്മാവ്. ഇവിടെ ഇറക്കട്ടോ. കാലുകുത്ത് ഊർന്നിറങ്ങ്. ഇറങ്ങിയ കഴിക്കടാ. അമ്മാവാ, നീ മഞ്ഞണ്ടാന്ന് നോക്ക്. നോക്ക്, അടിക്ക് വേഗം. കട്ടിൽ കെട്ടായി പോയി നോക്ക്. എവിടെയൊക്കെയാണ് ചെത്തിയൊന്നൊരു ഓർമ്മയില്ല. കാര്യങ്ങൾ കാണിച്ചു വെച്ചേക്കണതേ. ഓക്കെ അല്ലേ? എല്ലാ സാധനവും പോട്ടെ. ഇവിടെ ഒരു അവശിഷ്ടം ഇവിടെ കാണും. ഇങ്ങോട്ട് മാറി എന്റെ പ്രധാനേ. കേറി. ഷാഹിന, തൽക്കാലം നീ ഇവിടെ ഇരിക്കും. ഓട്ടോറിക്ഷയിൽ ഇരിക്കണക്കാണെങ്കിൽ സേഫ് ഇവിടെയാണ്. അവിടെ ആകുമ്പോ ഇടക്കിടക്ക് ആളുകൾ വരും. ഇവിടെ ആരും വരൂല. സമാധാനമായിട്ട് ഇരിക്കാം. ഇടക്കിടക്ക് ഞാൻ വരാൻ ചെയ്യാം കേട്ടാ. അവിടെ ഇരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഇട്ട് പോവാണോ? ഇത് അടച്ച് പുറത്തുനിന്ന് പൂട്ടിട്ട് പൂട്ടണം. അതെ, ഞാൻ പോയി താഴെ എടുത്തിട്ട് വരാം. അമ്മാവനോട് നിൽക്ക്. ഞാനെങ്ങനെ കൂടെ നിൽക്കുന്നത്? നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. എന്നാ വേഗം എടുത്തിട്ടോ. അതിന് കാണാതെ നോക്കണേ. അതെ, മണിയറങ്ങ് തുറന്നേ. തുറക്ക് ഇവിടെ ഇറങ്ങി. ആരും കണ്ട? നീ ഇവിടെ ഇറങ്ങി മോളെ. പാലറച്ചിട്ട് ഉള്ളിന്ന് കുറ്റിട്ടോ. കുറ്റിയില്ലേ? തല്ലി പിടിച്ച് നിക്ക്. ആ കാര്യമൊന്നുമില്ല, എന്നാലും ഒരു സമാധാനത്തിന്. നിനക്കൊരാൾക്ക് വേണ്ടിട്ട് സകല ആൾക്കാരെ പറ്റിക്കാൻ ഞാട്ടോ. എന്നിട്ട് നിന്റെ ദേഷ്യം ഉണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലേ എന്റെ അകത്ത്? നീ ആരോട് വർത്താനം പറഞ്ഞിരുന്ന? വർത്താനോ? ഞാൻ കേട്ടല്ലോ അവിടെ നിന്നപ്പോ. ഞാൻ പറഞ്ഞു അങ്ങ് കേട്ട അങ്ങനെ? അത് ഡയലോഗ് പഠിച്ചതാണമ്മേ. എന്ത് ഡയലോഗ്? അത് ഞങ്ങൾ ഈ കേബിൾ TV അസോസിയേഷന്റെ വാർഷികത്തിനെ ഒരു നാടകം കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നായകനായിട്ടുള്ള ഒരു നാടകം. അപ്പൊ അതിന്റെ ഡയലോഗ് പഠിക്കായിരുന്നു ഇവിടെ നിന്ന്. ഓ, അച്ഛന്റെ നാടകം നിനക്ക് വലിയ പുച്ഛായിരുന്നല്ലോ. എന്ന് മുതൽ എന്റെ മോന് നാടകത്തിനോട് ഇത്ര സ്നേഹം തുടങ്ങി? അച്ഛന്റെ നാടകം അതിന് ഇപ്പോഴും വലിയ താല്പര്യമില്ല. അവരൊക്കെ പറഞ്ഞ് എനിക്ക് അമ്മയുടെ ഒരു ഗാംഭീര്യവും ഒരു ഐശ്വര്യവും കഴിവും ഒക്കെ കിട്ടിയണെന്ന് പറഞ്ഞിട്ട് നായകനാക്കിയൊക്കെയാണ്. അപ്പൊ നിങ്ങളെ ശല്യം ചെയ്യണ്ടല്ലോ. ഇവിടെ സ്റ്റേജ് പോലെയൊക്കെ ഇല്ലേ, ഇതുമ്മ കയറിയെന്ന് ഞാനിങ്ങനെ പഠിക്കായിരുന്നു. നാടകം തുടങ്ങുമ്പോ തന്നെ ഒരു സീനുണ്ട്. ഇങ്ങനെ സൈഡിൽ നിന്ന് വന്നിട്ട് അമ്മ വന്നേ എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ എൻട്രി. സൂപ്പർ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ മോനിവിടെ വിളിച്ചു വന്ന് നാടകം പഠിക്കായിരുന്നല്ലേ? ഇനി ഇത് അവിടെ പോയി എല്ലാവരോടും പറഞ്ഞ് പബ്ലിസിറ്റി കൊടുത്ത് നിങ്ങൾ വിളിച്ചോണ്ട് വരണ്ട. ഞാൻ ഇതൊക്കെ സമാധാനമായിട്ട് നിങ്ങളൊക്കെ നേരിട്ട് കാണിച്ചു തരാം കേട്ടാ. എന്നാ പോയിക്കോ. എടാ, അതല്ല, നിന്നോടൊരു കാര്യം പറയാണ്ട്. എന്റെ അമ്മ അത് ഞാൻ അകത്തോട്ട് വരുമ്പോ പറയും. ഇവിടെ പാമ്പും പഴുതാരൊക്കെയാണ്, അങ്ങോട്ട് പോ. എടാ, നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട്. നല്ല കുട്ടിയാ. പറയുന്നു.
എന്തിന് നമ്മൾ രണ്ടാൾ മാത്രല്ലേ ഉള്ളൂടെ, പിന്നെന്താ? അതിന്റെ വെറുതെ എന്തിനും ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കണ? എല്ലാത്തിനും ഒരു ഒതുക്കം നല്ലതല്ലേ അമ്മ? കല്യാണക്കാരിയല്ലേ? ഞാൻ അപ്പുറത്ത് അവരറിഞ്ഞിട്ട് വേണം അതോടെ പോയി ഉടക്കാൻ. അയ്യോ പിന്നെ ഉടക്ക് വെക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ സീതാലക്ഷ്മി ആരാന്ന് അവരറിയും. വെറുതെ എന്തിനാണെന്ന് പേടിപ്പിക്കണത്? ആരെ പേടിപ്പിച്ച്? അല്ല ഞാൻ കല്യാണം കഴിക്കാൻ നിക്കണല്ലേ, വെറുതെ അതും ഇതും പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കണ എന്തിനാണമ്മ? ഈ ചെക്കനത് എന്താ? എടാ നല്ല ആലോചനയാ, നല്ല പൊരുത്തുള്ള ജാതകം. അത് ശരിയാവൂല. ജാതക പൊരുത്തൊന്നും നോക്കിട്ട് കാര്യമില്ല അമ്മ. നമ്മളെന്തിനാ ജാതകം നോക്കണം? ഇന്നാള് മുനമ്പത്തെ സഹദേവൻ 10 പൊരുത്തോന്ന് പറഞ്ഞ് ജാതകം നോക്കി കല്യാണം കഴിച്ചാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോ കുഴഞ്ഞു വീണങ്ങാട് മരിച്ച്. എന്ത് കാര്യം ജാതകം നോക്കണ്ടത്? നമ്മക്ക് അതിലൊന്നും വിശ്വാസമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേറൊരു ആലോചനയുണ്ട്. നല്ല കുട്ടിയാ, പക്ഷെ ജാതകത്തിൽ വലിയ പൊരുത്തൊന്നുമില്ല. പോയില്ലേ ജാതകത്തിൽ പൊരുത്തൂല്ലേ? പോയില്ലേ കാര്യം? ഇന്നാൾ ഇതുപോലെ പൊരുത്തൂല്ലാത്തൊരു കല്യാണം നടന്നിട്ട് എനിക്കറിയാം ഉണ്ണിച്ചേട്ടന്റെ വീട്ടില് പിറ്റേ ദിവസം തന്നെ അടിച്ചു പിരിഞ്ഞ് അമ്മയും മരിച്ചുപോയി. അതൊക്കെ ഭയങ്കര വിഷയമായിട്ട് വരും അത് കേട്ടാ. എടാ അപ്പൊ ഇപ്പൊ തന്നെ നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോ ഇടവും വലവും ഒക്കെ നോക്കിയിട്ട് തീരുമാനം എടുക്കണമെന്ന് അമ്മയല്ലേ പഠിപ്പിച്ചത്. വെറുതെ അങ്ങോട്ട് വല്ലവരും പറഞ്ഞ കേട്ടിട്ട് ചാടി വീഴാൻ പറ്റുമോ? ഇതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല സത്യത്തില്. അമ്മ പോയിക്കോ, ഞാൻ ഇതൊന്ന് പഠിക്കട്ടെ. വേഗം വരാ. ഞാൻ ഈ സീനൊന്ന് പഠിച്ചേക്കട്ടെ. സ്വസ്ഥതാ. ഓ എന്നാ ശരി. ആ എടാ ഒരു കാര്യം ഉണ്ടായി. ഒരു കാര്യമില്ല അമ്മ. മറ്റേ കാര്യം പറഞ്ഞ? എന്ത് കാര്യം? എന്ത് കാര്യം ഇപ്പൊ പറഞ്ഞു? ആ അപ്പുവേട്ടൻ തൊഴുത്തിൽ തല അടിച്ചു വീണത് അറിഞ്ഞ? അയ്യോ എപ്പാ? ആ കുറച്ചു നേരത്തെ ഞാനും അമ്മാവനും കൂടി വെള്ളം കൊടുത്ത് അവിടെ ചാരി ഇരുത്തിയിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ മോൻ അപ്പുണ്ണി മോനെ. കൃത്യസമയത്ത് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിയൊന്നും കൊണ്ട് രക്ഷപ്പെട്ട്. രക്ഷപ്പെടാൻ വരട്ടെ, ഇതാരെങ്കിലും കണ്ടാ കാണാൻ നിന്റെ രക്ഷപ്പെടല്. ഇത് എത്ര ദിവസം ഇവിടെ വെക്കാനുള്ള പരിപാടി? നീ അമ്മാവനെ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. കൂടെ നിക്ക് പറഞ്ഞത് വല്ല നല്ല കാര്യമാണോ നീ ചെയ്തു വെച്ചേക്കണേ? മിണ്ടാതെ ഇങ്ങോട്ട് വന്നു. വെറുതെ അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് നോക്കി ഇറങ്ങി മോന്തം കുത്തി വീഴണ്ട. അത് പണിയും കാണിച്ചിട്ട്. ഷാഹിന എടീ, കുഴപ്പമൊന്നുമില്ലല്ലേ? അതെ ഇവിടെ ധൈര്യമായിട്ടിരുന്നു. പെട്ടെന്ന് ആരും ഇങ്ങോട്ട് വരില്ല. അപ്പോഴേക്കും ഞാൻ പോയിട്ട് അകത്ത് കയറാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് വരാം കേട്ടാ. അമ്പിളിക്ക, എന്റെ ജീവിതം ഈ നീലപ്പടത്തൊക്കകത്ത് തീരുവോ? ചാടി പോന്നവർക്ക് പട്ടുമെത്ത പെട്ടെന്ന് കിട്ടൂല ഷാഹിന. ഇത്തിരി സ്ട്രഗിൾ ചെയ്യണം. എന്തെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോന്നേ മോളെ എന്റെ കൂടെ? എന്തെന്ന് വിചാരിച്ചിട്ടാ? മജീദിന്റെ മോളായി പോയി. അല്ലെങ്കിൽ ഞാൻ എന്റെ ബാലഗോപാലൻ എണ്ണ തേപ്പിക്കുമ്പം പാടടി കുടിക്കും. എന്തിനാണ് ഈ പ്രാന്തി നേരത്തെ ഇവിടെ വന്ന്? എനിക്കറിയാൻ പോലെ പുറകെ നടക്കാണ്. എന്തൊരു കഷ്ടം ആലോചിക്ക്. കാണുവോ? കോരിക്കുളിപ്പിച്ച് കിണ്ണരിച്ചോ മനിച്ചയ്യ മാറിപ്പളങ്കിപ്പോ. അപ്പുണ്ണിയുടെ കരച്ചിൽ കുട്ടി. അയ്യോ എന്റെ മോനെ. അവിടെ പ്രേതം. എന്ത് പ്രേതം? പറഞ്ഞിട്ട് പ്രേതം. പ്രേതോ? ആ അവിടെ അമ്മ നോക്ക്. ഇവിടെ എവിടെയാ പ്രേതം? അവിടെ എന്താണ് കേട്ടോ, ഞാൻ കണ്ടതാണ്. എന്താ ഞാൻ കണ്ടതാ പറഞ്ഞതിനുള്ളിൽ പ്രേതോ? ഇവിടെ പ്രേതമൊന്നും ഇല്ലാന്ന്.
മര്യാദക്ക് നീ ഇവിടുന്ന് ഈ കുട്ടീനെ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടാക്കോ, അല്ലെങ്കിൽ ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നീ ഈ കാര്യം പറഞ്ഞോ. എന്നെ നീ ഇതിന് കിട്ടില്ല ഈ വക നടപ്പിനെ. ഇത് മര്യാദകേടാണ് അമ്മാവനീ പറയണ. ഇതൊക്കെ ആദ്യം തന്നെ ആലോചിക്കണം. കൂടെ നിന്ന് വന്നിട്ട് ഇടക്ക് വെച്ചിട്ടാണ് ഇത് നീ കൊണ്ടുവന്ന കാര്യത്തിന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്നത്. അമ്മാവനോട് ആരാ പറഞ്ഞ പെട്ടി വണ്ടി ഓടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാ പോരാന്നാ? അതല്ലേ ഇപ്പൊ പറ്റിയത്. ഞാൻ ആരോടത് പറയുന്നേ എടാ. ഞാനിപ്പോ ഒരൊറ്റ കുട്ടിയെ നിന്നെ ആലോചിച്ചിട്ടാണ്, മജീദിന്റെ മോളെന്നെ ആലോചിച്ചിട്ടാ ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണേ. ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു ഇപ്പൊ ഞാൻ കോളാക്കി. എന്തിന് പറയണ? ഞാൻ മജീദിന്റെ മരുമോനാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ എന്താണപ്പാ? മോന്ത കുറ്റിയൊന്നും നോക്കിയൊന്നും ഞാൻ തരൂ ടംബിൾ ചെയ്യാൻ. അമ്മാവ ഒച്ച ഉണ്ടാക്കണ്ട, ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടണ്ട. ഏതായാലും ഇത്രയും നേരം കൂടെ നിന്നില്ലേ, ഞങ്ങൾക്ക് അമ്മാവനല്ലേ ഉള്ളൂ. അയ്യോ അമ്മാവാ, ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ ഈ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ അല്ലേ എല്ലാവരും വന്ന് കാണുള്ളൂ. നമ്മുടെ മച്ചിന്റെ മോള് ഫ്രീ ആയിട്ട് കിടക്കല്ലേ, നമുക്ക് ഇവിടെ മച്ചിന്റെ മോളിൽ കയറ്റാം. മച്ചിന്റെ മോളിലേക്ക് കയറാനായിട്ട് കോണി അകത്തല്ലടാ. അതിന് ഐഡിയ ഉണ്ടെന്ന്. അമ്മാവനൊരു കാര്യം ചെയ്യോ, അമ്മാവൻ പോയിട്ട് ആ മച്ചിന്റെ മോളൊന്ന് അടിച്ച് വൃത്തിയാക്കി ഇടൂ. നീ എന്താ നിന്റെ പ്രേമകഥയ്ക്ക് ഈവൻ മാനേജ്മെന്റ് ഏൽപ്പിച്ചിരിക്കന്നെ ഈ പണിയൊക്കെ ചെയ്യാനായിട്ട്? നേരം വെളുക്കുമ്പോ തൊട്ട് നടക്കണം ഞാൻ നിന്റെ കൂടെ. എന്നെ കൊണ്ട് സാധിക്കില്ല. അമ്പിളി എന്നൊന്നും നീ വെറുതെ വിടറാ. എനിക്ക് മനസ്സിനും സുഖമില്ല, ശരീരത്തിനും വയ്യാണ്ടായി. കൂടെ നിക്കണവരിങ്ങനെ വിഷമം കയറ്റി കൊല്ലാനാണ് പിന്നെ എന്തിനാ കൂടെ നിക്കണ? ഞങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് കഴുത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.